ഇറാൻ ഇറാനെ ഒരു ഇത്ര സമയം കൊണ്ട് നശിപ്പിക്കാം, അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാം, എന്നിട്ട് ഇറാഖിലൊക്കെ നടത്തിയതുപോലെ തന്നെ അധിനിവേശത്തിലൂടെ ഇറാന്റെ നിയന്ത്രണം കൈവശപ്പെടുത്താം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രാൻഡ് പ്ലാൻ ആയിരുന്നല്ലോ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഈ ആക്രമണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടും മുൻപ് ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ അവർക്ക് സ്ഥിതിഗതികൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലായി. അതാദ്യം ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിഞ്ഞു. ഇസ്രയേലിനെ ഇനി അങ്ങോട്ടുള്ള യുദ്ധത്തിലെങ്കിലും ഒന്ന് കരുതലോടെ വേണമെന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഒരു തരത്തിലും ഇസ്രയേൽ വഴങ്ങുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ കേൾക്കുന്നില്ല. മാത്രമല്ല, അമേരിക്കയുടെ സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ യുദ്ധവുമായി മുന്നോട്ട് പോകും എന്നതുപോലെ ഒരു സമീപനം ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നിരന്തരമായി ഓരോരോ കാര്യങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രയേൽ ആക്രമണം നടത്തുകയോ ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇസ്രയേൽ ഏകപക്ഷീയമായി ചെയ്യുന്നതായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഡൊണാൾഡ് ട്രംപിന് ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം, ഈ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യത്തിൻ്റെ ഭാവി എന്താകും? ഇതിലൊന്നാമത്തെ പ്രശ്നം ഡൊണാൾഡ് ട്രംപിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അമേരിക്കയുടെ ആഭ്യന്തര വിഷയത്തിൽ എണ്ണയുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡൊണാൾഡ് ട്രംപും ഭരണപക്ഷവും അനുഭവിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലെജിറ്റിമസി നേരിടുന്ന വലിയൊരു ഭീഷണിയുമുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ തങ്ങളെ ഈ യുദ്ധത്തിലേക്ക് പിടിച്ചു വലിച്ച ഇസ്രായേലിനെ ഒന്ന് കൺട്രോൾ ചെയ്യുവാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നു എന്നതും സത്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടെയുള്ള ഭരണകർത്താക്കൾ, മറ്റുള്ള സെനറ്റ് മെമ്പേഴ്സും എല്ലാം ഇപ്പോഴും അമേരിക്കൻ ജൂയിഷ് ലോബിയായ ഐപാക്കിൻ്റെ സഹായത്തോടു കൂടി യുദ്ധം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നവരും കൂടിയിട്ടാണ്. അപ്പോൾ തൻ്റെ ഭരണകക്ഷിയിലുള്ളവരെയും ഒരേ സമയം നേരിടേണ്ടി വരുന്നു. അതേസമയം തന്നെ അമേരിക്കൻ ഉള്ളിൽ ഉയർന്നു വരുന്ന ഭരണകൂട വിരുദ്ധത, അതിനെയും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അമേരിക്കയ്ക്ക് ഡൊണാൾഡ് ട്രംപിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ഓയിൽ വിഷയം തന്നെയാണ്. മറ്റൊന്ന്, ഇസ്രായേലിനെ പിണക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് അമേരിക്കൻ ഭരണകർത്താക്കൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അത് ചരിത്രപരമായി തന്നെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയാണ് പെൻറ്റഗണുമായി ബന്ധപ്പെട്ട പല രഹസ്യ വിവരങ്ങളും ഇസ്രായേൽ ചോർത്തുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നത്. അതിൻ്റെ മുമ്പിൽ തന്നെ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ചേരിയിലുണ്ടായിരുന്ന പല പ്രമുഖ സെലിബ്രിറ്റികളും, ഈ കഴ്സൺ ടക്കറിനെ പോലെ, ചാർലി കിർക്ക് പോലുള്ള ആൾക്കാരൊക്കെയും ശക്തമായ ഈ ഇസ്രായേൽ വിരുദ്ധ സമീപനങ്ങൾ അവരുടെ ചാനലുകളിലൂടെ, അവരുടെ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കെതിരെ ശക്തമായ വെല്ലുവിളികൾ നേരിടുകയും ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിലേക്ക് അവർ എഴുതപ്പെടുകയും ചെയ്തു. മറ്റൊന്ന്, ഇപ്പോൾ അമേരിക്ക തന്നെ നോട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ നേരത്തെ മുമ്പ് ലോകം നേരിട്ട 9/11 പോലുള്ള മറ്റൊരു ഭീകരമായൊരു ടെറർ അറ്റാക്കിൻ്റെ ഒരു സാധ്യത പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയിട്ടാണ്. കാരണം ഈ കഴ്സൺ ടക്കറിനെ പോലെ മറ്റു പലരും 9/11 അത് ഇസ്രായേൽ ജൂയിഷ് ലോബിയുടെ ഒരു അണിയറ പ്രവർത്തനമായിട്ട് വിലയിരുത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ തരത്തിലുള്ള പുതിയൊരു അവലോകനങ്ങളും രൂപപ്പെടുന്നത്. അതായത് ഇസ്രായേലിൻ്റെ രീതികൾക്ക് എപ്പോൾ ഭീഷണിയായി വരുന്നോ അപ്പോഴൊക്കെയും ആരാണോ ആ ഭീഷണി ഉണ്ടാക്കുന്നത് ആ നാടുകളിൽ ആക്രമണങ്ങൾ സംഭവിക്കുന്നത് ചരിത്രപരമായി നമുക്ക് തെളിയിക്കപ്പെട്ട കാര്യമാണ്. കാരണം ഇതിൻ്റെ സയോണിസ്റ്റ് ചരിത്രം തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം സയോണിസ്റ്റ് ശക്തിയെ ശക്തമായി ഈ ജൂയിഷ് പലായനത്തിന്, ആലിയയ്ക്ക് സഹായിച്ച പശ്ചാത്തലത്തിൽ അവർ ഫലസ്തീനിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിനെ തടുക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർ ഒരു ഘട്ടത്തിൽ അതിനെ തടുക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ തടുക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികളെ തന്നെ ഫലസ്തീനിൽ അറ്റാക്ക് ചെയ്ത ചരിത്രം സയോണിസ്റ്റുകൾക്കുണ്ട്. തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ അതിനെ ആവശ്യമായ ഘട്ടത്തിൽ എതിരിടാനുള്ള ഒരു രീതിയും അവർ സ്വീകരിക്കാറുണ്ട്. അതിലേറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച നെതന്യാഹു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന. അമേരിക്കയുടെ ഫണ്ടിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നൊരു പ്രസ്താവന പോലും ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഇതെല്ലാം
അമേരിക്ക എന്ന് പറയുന്ന ഒരു ശക്തിയേക്കാളും അപ്പുറം ഞങ്ങളുടെ തന്നെ തീരുമാനത്താലാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനത്തിലാണ് അമേരിക്ക നടക്കുന്നത് എന്ന് പറയുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി ഡൊണാൾഡ് ട്രംപിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.